ഇന്ന് സൺഡേ ആണല്ലോ അല്ലേ, അപ്പോൾ പിന്നെ പുറത്ത് പോകണമല്ലോ അല്ലേ. ഞങ്ങളും ദാ പുറത്തോട്ട് ഇറങ്ങി. വേറെ എവിടേക്കുമല്ല, വാമലയിലോട്ടാണ് കേട്ടോ. കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഒരുപാട് ദൂരം ഉണ്ട് എന്നാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷേ അത്രയ്ക്ക് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് വെറും 17 കിലോമീറ്ററേ ഉള്ളൂ. ദാ ദുർഘടം പിടിച്ച റോട്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ സ്ഥലം കാണാൻ എപ്പോഴും കുറച്ച് കഠിനമായ വഴി താണ്ടണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. വാമലയോട് അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങളിതാ പോണ വഴിയിൽ ഇതാ മലമ്പുഴ ഡാമിലെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കനാല്. നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് കേട്ടോ. ചുറ്റും നോക്കിയപ്പോൾ നിറയെ കള്ളിമുള്ളിൻ്റെ ചെടി. സുബ്രു പറഞ്ഞു എനിക്ക് ആ ചെടി കാണണമെന്ന്. എന്നാൽ പിന്നെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോകുമ്പോൾ എന്നെ അവൻ പിടിച്ച് വലിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവിടെ കുറേ സാരിയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ പറയണം, അമ്മ വായമ്മ നമുക്ക് അവിടേക്ക് പോകണ്ട, വല്ല ബാധയും കയറുന്നു. ഒരു ബാധേരം മേത്ത് വേറൊരു ബാധ കയറുമോ, കുട്ടിക്ക് അറിയില്ലല്ലോ. ഞങ്ങളങ്ങനെ ചാലിലെന്ന് വെള്ളം നോക്കി നിൽക്കുമ്പോഴാണ് ഇതാ ആ അമ്പലത്തിലെ പൂജാരിയാണ് പോയിക്കൊണ്ടിരിക്കണേ, മണികണ്ഠൻ പൂജാരി. അപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങളോട്, നിങ്ങളിപ്പോൾ പോകാൻ നിൽക്കണ്ട, കാരണം അവിടെ നല്ല വെയിലാണ്, കുട്ടികളെയും കൊണ്ട് പോകണതല്ലേ, പാറ നല്ല ചൂടാവും, ഒരു അരമണിക്കൂറും കഴിഞ്ഞിട്ട് കയറുകയാണെങ്കിൽ അത്ര വെയിലുണ്ടാവില്ല. ഓ ശരി. ഞങ്ങൾ ആ ചാലിലെ വെള്ളം നോക്കി അതിൽ പോയി കാലിട്ടാലോ എന്നും പറഞ്ഞ് പോയി. പിന്നെ റിസ്ക് എടുത്തില്ല, എങ്ങനെ മൂക്ക് കുത്തി കഴിഞ്ഞാൽ മുങ്ങിച്ചാവാനുള്ള വെള്ളമൊക്കെ അത്യാവശ്യം അതിലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞങ്ങളവിടെ കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ച് വഞ്ചി തുഴഞ്ഞ് കളിച്ചു. നീലേട്ടൻ വേഗം പറഞ്ഞു, നിങ്ങൾ എന്തോ ചെയ്യും പറഞ്ഞു ഇങ്ങോട്ട് പോന്നു. ഞാനവിടുന്ന് വേഗം ഓടി രക്ഷപ്പെട്ടു. പിന്നെ നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിറയെ മയിൽ. അപ്പം ഞങ്ങൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ വിട്ട് മയിലിനൊക്കെ കണ്ടു. പിന്നെ ഇതാ പാടം, വയൽ, കൊല്ലങ്കോടിൻ്റെ ഭംഗി മുഴുവൻ ആ പ്രദേശത്തുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ആസ്വദിച്ചിരുന്നു. ഈ ചാമപ്പുല്ല് പിള്ളേർ കണ്ടിട്ടില്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത് അവരെ പരിചയപ്പെടുത്തണം എല്ലാ കാര്യങ്ങളും. ബാക്കിൽ കാണുന്നത് നീനിൽ KG. ഞങ്ങൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പോവാലേന്ന് പറഞ്ഞ് വാമലയിലോട്ട് പോവാണ്. അപ്പോഴേക്കും അവിടെ ഇടിവെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ വെയിൽ അങ്ങോട്ട് മങ്ങി. സാധാരണ ദിവസങ്ങളിൽ ഈ സമയത്ത് നല്ല വെയിലാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഞങ്ങൾ ചെല്ലണത് അറിഞ്ഞിട്ടാണോന്ന് അറിയില്ല, വെയിലൊക്കെ കുറവായിരുന്നു. ഇത് താഴെയാണ് ബോർഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല വെയിലാണ്, അത് വരുന്നവരെ ഈ ടൈമിൽ വരണ്ട കേട്ടോ. നല്ല വെയിലാണ്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെയിൽ കുറവുണ്ടാവും തോന്നുന്നു. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് എല്ലാ സമയവും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞത് ഒരു ചായക്കട തപ്പിപ്പോയതാട്ടാ. ശരിക്കും പറഞ്ഞാൽ ആ പ്രദേശത്ത് ഒരു ചായക്കടിയോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് സ്നാക്സ് കിട്ടണ ഒരു കട മാത്രമേ ഉള്ളൂ കേട്ടോ. വഴിന്ന് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. ഈ രാമായണ സിനിമയിലുള്ള അമ്പലം ഓർമ്മയില്ലേ, ലാസ്റ്റ് താലിക്കെട്ട് ചടങ്ങ് നടക്കണത് ആ അമ്പലമാണ് കേട്ടത്. അപ്പോൾ അവർ പോയ വഴി കൂടെ ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുക. വരാന്ന് പറഞ്ഞപ്പോൾ ഇത്ര എളുപ്പമെന്ന് വിചാരിച്ചില്ലല്ലോ. ആ നടന്നോ. ഞങ്ങളുടെ പുറകിൽ ഇത്ര നേരം കഷ്ടപ്പെട്ട് ഞങ്ങൾ കയറി അമ്പലം എത്തിയിട്ടാ. അധികം ദൂരമില്ല, കുറച്ച് ദൂരങ്ങളുള്ളവാ. വലിയൊരു ക്ലൈമാക്സ് നടന്ന അമ്പലത്തി. ഇപ്പൊ ഒരു വെയിലത്ത് ഈ മരം മുഴുവൻ പൂക്കള്, അങ്ങോട്ട് പൂക്കള്. അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് കാണുന്നത്. ഇത് ഓർമ്മ ശരിക്കും കുഞ്ഞിരാമണ്ണതിൽ ക്ലൈമാക്സിനില്ലേ പൊരിഞ്ഞടി നടക്കുന്ന സ്ഥലം, അതായിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ പാറ മുകളിൽ അങ്ങനെ നിൽക്കുന്നതാണ്, നല്ല വൃത്തിയുണ്ട് കാണാൻ. ഹനുമാൻ പാദം കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ അവിടെ ശരിക്കും ഉണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു വിശ്വാസം. അമ്പലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ, അധികം ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹനുമാൻ പാദം എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ചിങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങണം കേട്ടാ. ഇറങ്ങി ഇങ്ങനെ ഒന്ന് വളഞ്ഞിട്ടാണ് നമുക്കിവിടെ ഹനുമാൻ പാദം കാണാൻ പറ്റുക. കണ്ടാ, അവിടെയാണ് ഹനുമാൻ പാദം. ഹനുമാൻ പാദം കാണുന്നുണ്ട്. കാലിൻ്റെ
അതാ താറ് വന്നിരിക്കണു, താറ്. അമ്പലത്തിന്റെ മുകളിലോട്ട് താറ് കയറി വന്ന് പന്തം വിട്ടു ഞങ്ങൾ കേട്ടാ. എന്താ നോക്കണേ? അതിന്റെ മുകളിൽ വേറൊരു അമ്പലം, അവിടെ ശരിക്കും. അപ്പൊ ഈ തിരിച്ചു പോകുമ്പോ ഇതിലേ പോവാ അല്ലേ? ഇത് നല്ല റോഡ്, അത്രയും കൂടി നിറയെ വീടുകളുണ്ട്. അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ പെണ്ണിന്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. താഴെ കണ്ട നിറയെ വീടുകളുണ്ട് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഉരുണ്ട നേരെ താഴോട്ട് ആ വീടിന്റെ ഉള്ളിലേക്ക് എത്താം. ഫോൺ നമ്പർ. അമ്പലത്തിന്റെ സൈഡ് ഭാഗമാണ് കേട്ടത്, മൊത്തം കരിങ്കല്ലുകൊണ്ടാണ്. അച്ഛനും മോനുള്ള ചെറിയ ചെറിയ പ്ലേ ടൈമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാമനാഥൻ വീണ്ടും നോർത്ത് ഇന്ത്യൻസിൻ്റെ പുതിയ പുതിയ മോഡൽ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ വിദേശികൾ കയറി വരികയാണ് കേട്ടോ. ആ പ്രദേശം ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ല, ആകതായി കപ്പലണ്ടി കച്ചവടം മാത്രമുണ്ട്. അപ്പം ഞങ്ങളും മേടിച്ചു 2 പാക്കറ്റ്. അവരോട് ഞങ്ങൾ ഹായ് ഒക്കെ പറഞ്ഞ് ഇറങ്ങാണ് കേട്ടോ. അവർ നല്ലോണം ഞങ്ങൾക്ക് ഹായ് ഒക്കെ തന്നു. ഞങ്ങളിതാ കുറച്ച് നേരത്തെ സന്ദർശനത്തിന് ശേഷം അമ്പലത്തിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇപ്പോൾ മുകളിലെത്തി. അപ്പോൾ ഞങ്ങൾ പതുക്കതപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ സമയമായതുകൊണ്ട് ആൾക്കാർ നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങളപ്പോഴേക്കും ഇറങ്ങാണ്. ഇവിടെ ഇടിവെട്ടൊക്കെ ഉണ്ട്, അപ്പോഴേക്കും വീടെത്താന്ന് പറഞ്ഞിട്ട് ഇറങ്ങാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.